എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാൾ ഉണ്ടാകുമെന്ന് നമ്മൾ പറയാറുണ്ട്. പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ മുന്നിലെ പ്രധാന സാക്ഷി കാശ്മീരിൽ ഒരു പ്രാദേശിക വീഡിയോഗ്രാഫറാണ്. ഭീകരാക്രമണം നടന്ന ഏപ്രിൽ 22-ന് ഇദ്ദേഹം ബൈസറൽ വാലിയിൽ ഉണ്ടായിരുന്നു. പ്രദേശത്തെത്തിയ വിനോദസഞ്ചാരികൾക്കായി ഇദ്ദേഹം റീലുകൾ ചിത്രീകരിച്ചിരുന്നു. ഭീകരാക്രമണ ദൃശ്യങ്ങളും ഇദ്ദേഹം പകർത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഭീകരർ വെടിവെപ്പ് നടന്നപ്പോൾ, അതായത് പൽമരത്തിന്റെ കാടുകൾക്കിടയിൽ നിന്ന് ആളുകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ തന്നെ ഇദ്ദേഹം രക്ഷപ്പെടാനായി ഓടിച്ചെന്ന് ഒരു മരത്തിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മരത്തിലിരുന്ന് അദ്ദേഹത്തിന്റെ മൊബൈൽ ക്യാമറയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ക്യാമറയിലോ ഭീകരാക്രമണ ദൃശ്യങ്ങൾ മുഴുവനായി പകർത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നത്. മനസ്സ് മരവിച്ചു പോകുന്ന അല്ലെങ്കിൽ ശരീരം മുഴുവൻ മരവിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹം അവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഇറങ്ങിച്ചെന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവർ തന്നെ കണ്ടുപിടിച്ചാലോ കൊലപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തും വരട്ടെ എന്നു കരുതിക്കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ അദ്ദേഹം എടുത്തത്. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറം ലോകത്തിന് എത്തിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്ക് കൃത്യമായി ഭീകരരെ ആരൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ട് സഹായിച്ചതും ഈ വീഡിയോഗ്രാഫറുടെ ഈ ദൃശ്യങ്ങൾ തന്നെയാണ്. മരണത്തെ മുഖാമുഖം കണ്ട് ഇയാളുടെ ഈ ധൈര്യം തന്നെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വീഡിയോഗ്രാഫറുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഭീകരരെയും അവരെ സഹായിച്ചവരെയും തിരിച്ചറിയാനായി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അന്വേഷണത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഒരു വീഡിയോഗ്രാഫർ ചിത്രീകരിച്ചിരിക്കുന്നത്. മരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഇയാൾ ക്രൂരത മുഴുവൻ തന്റെ ക്യാമറയിൽ പകർത്തി. മനസ്സ് പലപ്പോഴും പതറിപ്പോയപ്പോഴും അതെല്ലാം തന്നെ അദ്ദേഹം ക്യാമറയിൽ പകർത്തി. ഭീകരവാദികളെയും അവർക്ക് സഹായം നൽകിയവരെയും തിരിച്ചറിയാനായി ഇദ്ദേഹം പകർത്തിയ ദൃശ്യങ്ങൾ വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. 4 ഭീകരർ 2 സംഘങ്ങളായി തിരിഞ്ഞ് പുൽമേടിന്റെ 2 ഭാഗങ്ങളിൽ നിന്ന് വെടി ഉതിർത്തെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. ലഘുഭക്ഷണം വിൽക്കുന്ന കടകൾക്കു സമീപം 2 തോക്കുധാരികൾ നിലയുറപ്പിച്ചതായും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:30 ഇവർ ആക്രമണം തുടങ്ങി. ഓരോരുത്തരുടെയും പേര് ചോദിച്ച ശേഷം തലക്ക് വെടിവെക്കുകയായിരുന്നു. ഇതോടെ വിനോദസഞ്ചാരികൾ മുഴുവൻ പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി. തുടർന്ന് സിപ്പ് ലൈനിന്റെ പരിസരത്ത് നിന്ന് 2 തീവ്രവാദികൾ കൂടി പുറത്തു ചാടി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് നേരെ വെടിയുതിർത്തു. തീവ്രവാദികൾ പ്രദേശത്തെ ഒരാളുടെയും വിനോദസഞ്ചാരികളുടെയും മൊബൈൽ ഫോണുകൾ കൈവശപ്പെടുത്തുന്നതായി റിപ്പോർട്ടിൽ ഉണ്ട്. ഈ ഫോണുകൾ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഏജൻസികൾ. എന്നാൽ സംഭവത്തിനു പിന്നാലെ ഈ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. ഭീകരാക്രമണം നടന്ന പ്രദേശത്തു നിന്നും AK-47 M4 റൈഫിളുകളുടെ വെടിയുണ്ടകൾ കണ്ടെടുത്തു. അഫ്ഗാൻ യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം പാകിസ്ഥാൻ ഭീകരർ M4 തോക്കുകൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും ഇത് ആക്രമണത്തിനു പിന്നിൽ ആരാണ് എന്നതിൽ കൂടുതൽ തെളിവുണ്ടാക്കുകയാണെന്നും രഹസ്യ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരിൽ ഒരാൾ പ്രദേശത്തുകാരനായ ആദിൽ തോക്കർ ആണെന്ന് അന്വേഷണ സംഘം ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. 2018 ഹിസ്ബുൽ മുജാഹിദിൽ ചേർന്ന ഇയാൾ തുടർന്ന് പാകിസ്ഥാനിലേക്ക് കടക്കുകയും ലഷ്കർ-ഇ-ത്വയ്ബയിൽ ചേരുകയുമായിരുന്നു. ലഷ്കർ-ഇ-ത്വയ്ബയിൽ നിന്ന് തീവ്രവാദ പരിശീലനം ലഭിച്ച ശേഷം 2024 കാശ്മീരിലേക്ക് തന്നെ ഇയാൾ മടങ്ങിയെത്തി. പാക് തീവ്രവാദികൾക്ക് സഹായവും പഹൽഗാമിലെ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ നൽകിയതും ഇയാളാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തിനിടെ തട്ടിയെടുത്ത 2 മൊബൈൽ ഫോണുകൾ ഒന്ന് പ്രദേശവാസിയുടേതും മറ്റൊന്ന് ഒരു വിനോദസഞ്ചാരിയുടേതുമാണ്. ഏതായാലും ആ ഫോട്ടോഗ്രാഫർ കാണിച്ച ധൈര്യം കൊണ്ട് പഹൽഗ്രാമിൽ അന്ന് നടന്ന സംഭവത്തിന്റെ ഏകദേശ ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ആക്രമികളിലേക്ക് എത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിക്കുകയും ചെയ്തു. ഈ ഫോട്ടോഗ്രാഫറുടെ ധൈര്യവും സഹിഷ്ണുതയും നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്, അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്.